ഗൈസ് ഞങ്ങളുടെ ബോഗൺവില്ല ഉണ്ടോ, നല്ല രസമല്ലേ. നിറയെ പൂടിക്കുമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കുറച്ച് കുറവാണ്. അല്ല, ഇപ്രാവശ്യം ആദ്യമായിട്ടാണെന്നൊന്നും പിടിച്ചത്, പിടിക്കാറില്ല. നല്ല സെറ്റല്ലേ. ഇതെൻ്റെ കിച്ചപ്പൻ, നല്ല ഭംഗിയില്ലേ ഗൈസ്. ഇത് കുറച്ച് ബുഷായിട്ട് വെട്ടി വെക്കണം, മഴയാവട്ടെ. അപ്പോൾ കിണറ്റിൽ വെള്ളമില്ല. അപ്പോൾ അങ്ങനെ ഇത് ഒരു ശകലം കൊണ്ട് നട്ടത് അമ്മ. അപ്പോൾ ഇത്രയായി ഉണ്ടോ, ഒരുപാടായിട്ട്. നല്ല ഭംഗിയല്ലേ, കണ്ടല്ലേ. നല്ല വെയിലത്താണ് നിൽക്കുന്നത്. അയ്യോ, ഞങ്ങളുടെ ചക്ക ഇപ്രാവശ്യം ഞങ്ങൾക്ക് ചക്ക കുറവാണ്, എന്നാലും വിഷമമില്ല, ഉണ്ട്, പുറപ്പുറമൊക്കെ ഉണ്ട്. 2 ദിവസത്തിനുള്ളിൽ പറിക്കാനുള്ള ചക്കയാണ്. അങ്ങ് ദൂരെ അങ്ങ് ദൂരെ അത് ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പറിക്കുന്നതായിരിക്കും ഗൈസ്. ഞങ്ങൾ മാവിൽ ഇപ്രാവശ്യം മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര മധുരമുള്ള മാങ്ങ കേട്ടത്. അപ്പോൾ ചക്ക എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചോട്ടിലൊരു ചക്ക ഉണ്ട്. പുളി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിറയെ ഉണ്ട് പുളി, ഇഷ്ടംപോലെ ഉണ്ട് ഗൈസ്, ഒരുപാടുണ്ട് കേട്ടോ. പുളി വേടുന്നവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക, ഞാൻ ഇവിടുന്ന് പറിച്ച് തരുന്നതായിരിക്കും. ഫ്രഷ് പുളിയാണ്, ഒരു വളവും ചെയ്യാണ്ട് ഇത്ര മുഴുത്ത പുളി ഉണ്ടാവുന്നുണ്ടോ. വർഷത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അടിച്ചുമായിരുന്നു ഗൈസ്. വർഷങ്ങൾക്ക് ശേഷം അമ്മ ജനിച്ചപ്പോൾ അങ്ങനെ അടിക്കാൻ തുടങ്ങിയത്. അതിന് ശേഷം ഇതുവരെ അടിച്ചില്ല. മിറ്റല്ല അടിക്കല്, സ്വപ്നത്തിലൊക്കെ കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിലടിക്കല്. അച്ഛമ്മ സ്വപ്നത്തിലാണോ അടിക്കല് അല്ലെങ്കിൽ നേരിട്ടാണ്? പറയെടുപ്പ് കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഒതുക്കി വെക്കാം. അങ്ങനെ നമ്മളെ നാട്ടിൻ്റെ ഉത്സവം അങ്ങനെ ആരംഭിച്ചു. പറയെടുപ്പ് കഴിഞ്ഞ് വിളക്ക് അവിടെ നിന്ന് ഇങ്ങനെ കത്തുന്നത്. അപ്പോൾ ഇനി നാളെ 24-ാം തീയതി നമ്മൾ ഉത്സവം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് അമ്പല പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് ഞാനിങ്ങനെ ഉണ്ടാവും. അപ്പോൾ സദ്യയൊക്കെ ഉണ്ട് കേട്ടോ 5 ദിവസം. അപ്പോൾ എല്ലാവരും വരണം. വീട്ടിലേക്കല്ല കേട്ടോ, അമ്പലത്തിലേക്കാണേ. അപ്പം ഇന്ന് നമ്മൾ പറയെടുപ്പ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം കൂടി കാണിക്കാണ്ട്. എന്താണ്? മാങ്ങ പറിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാങ്ങയും കൂടെ പറിക്കാം. ഓക്കെ, ഇതൊക്കെ ഗൈസ് ഞങ്ങളുടെ കൊന്നപ്പൂവ് എന്തോരാ ഉള്ളത്. എൻ്റെ തറവാട് വീട് പണ്ടത്തെ. ഇപ്പം അമ്മായി ആട്ടോ താമസിക്കുന്ന, അമ്മതോ കയറി വരുന്ന. ഞങ്ങളുടെ ഉളിയന്തറ കാര്യങ്ങളൊക്കെ. മാങ്ങ പറിക്കുകയാണ് ഗൈസ് ഇവൻ. പക്ഷെ എൻ്റെ അമ്മായിൻ്റെ മാങ്ങ പറിച്ച അമ്മായി നിങ്ങളാ. മാങ്ങ പറിക്കാൻ വന്നു അമ്മ. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. കൊക്ക അമ്മായി ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇവനാണ് ഈ മാങ്ങ പറിച്ചത്, ഞങ്ങളല്ല. ഞാനല്ല പറഞ്ഞത് അമ്മായി, ഞാനല്ല കേട്ടോ അമ്മായി പറഞ്ഞ മാങ്ങ പറിക്കേ. എങ്കിൽ പറിക്കണ്ട. ഇവിടെ നേരെ തെറിച്ച് താഴെ പോയ അമ്മായിൻ്റെ. അങ്ങനല്ല കിച്ചപ്പാ, ഇങ്ങോട്ട് വലിക്ക്. പിന്നെ കുലിക്കൂ. പിന്നെ അവിടെ നാട് അങ്ങനെയൊന്നും അല്ലടാ ഇത്. ഞാൻ ഒറ്റ മാങ്ങ പറിച്ചിട്ടുള്ളൂ കേട്ടോ അമ്മായിയെ. ഞാൻ ഒരു മാങ്ങയെ പറിച്ചിട്ടുള്ളൂ, അവനാണ് കൂടുതൽ പറിച്ചത്. പുളിയില്ലാത്ത മാങ്ങയുണ്ട്, ഭയങ്കര രസമാട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറിക്കുന്നത്. ഇതാണ് അമ്മേൻ്റെ തറവാട്. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. മാമൻ്റെ മോൻ്റെ വീടാണ് ഇത്, നമ്മുടെ വീടാണ്. അങ്ങനെ കാണുന്ന വീടുണ്ടോ ഗൈസ്, റോഡിട്ട വീട് കാണുന്നുണ്ടോ നിങ്ങൾ? അതല്ല, അത് ആ വീടാണ്. നമ്മുടെ വീട്ടിനടുത്തുള്ള ചേട്ടൻ എടുത്തതാണ്. അത് പണ്ടത്തെ മാമൻ്റെയൊക്കെ ചെറിയ വീടായിരുന്നു. എന്തോ അത്. നല്ല കാറ്റൊക്കെ ഉണ്ട്. സൂര്യൻ ഇങ്ങനെ അടിച്ചു കയറുന്നു ഗൈസ്. ക്ലിയർ ഉണ്ടോയെന്ന് അറിയത്തില്ല വീഡിയോയ്ക്ക്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ
തറവാട്ടിൽ വിശേഷം, പറയെടുപ്പ് വിശേഷങ്ങൾ, കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇനി വീട്ടിൽ പോട്ടെ. പിന്നെ ഭയങ്കര വെയിൽ, ക്ഷീണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തപ്പിക്കുട്ടിയൊക്കെ എടുക്കാം കേട്ടോ. മാങ്ങയൊക്കെ നോക്കട്ടെ എന്തൊക്കെ ഉള്ളതെന്ന്, എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കട്ടെ. കൃഷ്ണനാണോ നീ? ഇത്രയും താത് ഇവിടെ കൊണിക്കൊന്നുണ്ടായിരുന്നു ഗൈസ്. കണ്ടോ എന്തൊരു ഭംഗിയാ. കുലുക്ക് കുറച്ച് നേരം അങ്ങനെ നിന്നോ നീ, അതാണ് എനിക്ക് നല്ലത്. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ വിഷു ആഘോഷങ്ങളും ഉത്സവാഘോഷങ്ങളും കഴിഞ്ഞു. ഉത്സവാഘോഷങ്ങൾ തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ കിച്ചപ്പം വിയർത്തു ഗൈസ്. പറയെടുപ്പൊക്കെ കഴിഞ്ഞ് മാങ്ങയും തേങ്ങയൊക്കെ പറിച്ച് എല്ലാം ചെയ്ത് ഞങ്ങൾ പോകാൻ വേണ്ടി വണ്ടിയിൽ കയറി. അപ്പം അമ്മ ബിസ്ക്കറ്റും കൊണ്ട് വന്നതാ. ചായ കുടിക്കുന്ന ബിസ്ക്കറ്റും വെള്ളവും അവൻ കുടിക്കുകയാണ്. ചായ കുടിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങുവാണ്. ഏറ്റവും അനിയനെ കണ്ടില്ലായിരുന്നു, വണ്ടി വഴിയുണ്ട. അപ്പം ഇനി നല്ലൊരു ബ്ലോഗായിട്ട് വീണ്ടും കാണാം ഗൈസ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്കറിയാവുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാനും എഡിറ്റിങ്ങൊക്കെ എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, വേറൊരു വീഡിയോ ആയിട്ട് കാണാം.